കുട്ടികളെ ശരീരത്തിൽ കെട്ടിവെച്ച് കിണറ്റിൽ ചാടി യുവതി ജീവനൊടുക്കിയതിന്റെ ഞെട്ടലിലാണ് കേരളക്കര. കോഴിക്കോട് വടകരയിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. തിരുവള്ളൂർ കുനിയിൽ മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ, പാലക്കാട് അഖില എന്ന ആനന്ദലക്ഷ്മി, മക്കളായ കശ്യപ്, 6 മാസം പ്രായമുള്ള വൈഭവ് എന്നിവരാണ് മരിച്ചത്. ശാന്തികർമ്മ ജോലി ചെയ്യുന്ന നിതീഷ് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല. കണ്ണൂർ പാനൂർ ഭാഗത്തെ വീട്ടിലായിരുന്നു പൂജാകർമ്മങ്ങൾ നടത്താൻ നിതീഷ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ തന്നെ വീട്ടിലെത്തണമെന്ന് പുലർച്ചെ 1 മണിക്ക് അയച്ച അഖിലയുടെ വാട്സാപ്പ് മെസ്സേജ് കണ്ട് രാവിലെ ഫോണിൽ വിളിച്ചിട്ടും ഭാര്യയെ കിട്ടാത്തതിനാലാണ് നിതീഷ് തിരികെ വീട്ടിലെത്തിയതെന്നും ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് മുറികൾ പൂട്ടിയിട്ട നിലയിൽ കണ്ടതോടെ അന്വേഷണം നടത്തുകയായിരുന്നു. നിതീഷാണ് ഞായറാഴ്ച പകൽ 12ഓടെ കിണറ്റിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇയാളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസി കിണറ്റിലിറങ്ങി ഇളയ കുട്ടിയെ പുറത്തെടുത്ത് തിരുവള്ളൂർ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടകരയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് അനന്തലക്ഷ്മിയുടെയും മൂത്ത കുട്ടി കശ്യപിന്റെ മൃതദേഹം പുറത്തെടുത്തത്. കുട്ടിയെ ദേഹത്ത് കെട്ടിയ നിലയിലായിരുന്നു. വടകര ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റും. അതേസമയം അഖിലയുടെ ആത്മഹത്യക്കുറിപ്പും പോലീസിന് ലഭിച്ചു. നിതീഷേട്ട, ഞാൻ പോകുന്നു, മക്കളെയും കൂടെ കൂട്ടുകയാണ്, ഇനി വയ്യ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്നായിരുന്നു കുറിപ്പിൽ. ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.